എടാ 3:30 ഞാൻ അവിടെ എത്തും, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എന്നെ ഒരു 9 മണി അപ്പോൾ അങ്ങേ അറ്റം പോയൊരു 10 മണിയാകുമ്പോൾ ഫ്രീ ആക്കണം. അല്ല എനിക്ക് വീട്ടിൽ കയറണം. എടാ സമയത്തിന് വീട്ടിൽ കയറിയില്ലെങ്കിൽ വീട്ടുകാർ വല്ലതും വിളിച്ച് പറയൂടാ. എൻ്റെ വീട്ടിൽ പറയും, എൻ്റെ വീട്ടിൽ പറയില്ലായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. എടാ പിന്നെ നമ്മളീ പോകുമ്പോഴേ ഈ റെയിൻകോട്ട് കൊട തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? ആ അല്ല റെയിൻകോട്ട് എടുക്കുമ്പോഴേ ഞാൻ എൻ്റെ എടുക്കാം. എൻ്റെ 2 ഇരിപ്പുണ്ട്. ഒരെണ്ണം കുറച്ചൊക്കെ കീറിയിരിക്കുക. ആ ഓ ഞാൻ എടുത്തോളാം. ആ എടാ അല്ല ഒന്നുമില്ല, ഞാനിവിടെ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ച്. ആ പറഞ്ഞോ. ആ അല്ല അത് പിന്നെ അപ്പൊ അവനെ വിളിക്ക്, അവൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ, കാറേ. ആ മാറ് കൊടക്കട്ടെ, ഞാൻ വിളിക്കാവേ. മാറ് പോ. ഒട്ടും പിടിക്കണില്ലല്ലേ? എന്ത് മനസ്സിലായി? ചേച്ചി എന്തിനാണ് ഈ ചൂരും മൂപ്പും ഒക്കെ ആയിട്ട്? ചുമ്മാ അല്ല, മഴ ഇത്രയും ഇടിവെട്ടി പെയ്യണത്, ഇനിയും പെയ്യും. അതെ, ഞാൻ വല്ലപ്പോഴെങ്കിലും ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കും. നീ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇഷ്ടം പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇത് കണ്ട മേളിൽ മൊത്തം മാലാറ പിടിച്ച് കിടക്കുക. മാലാറേ മാറാല ആ എന്താണെങ്കിലും അതിപ്പം നല്ല എന്തായാലും കനാനിയുടെ കൈയും കാലും ഒക്കെ എത്താത്ത സ്ഥലത്ത് ആരുടെയെങ്കിലും കൈയും കാലും എത്തട്ടെ. ശരി എത്തൂ. ഓ അമ്മൂമ്മ തുടക്കാൻ വന്നതാണോ? അല്ല. ഓക്കെ. അതെ, ഓ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരണം. മാസാവസാനമായില്ലയോ, മേടിച്ച സാധനങ്ങളൊക്കെ തീരാറായി. എല്ലാ മാസവും പറയുന്നില്ലേ എന്റെ പൊന്നമ്മൂമ്മ? എന്നാ പിന്നെ മാസം മേടിക്കുമ്പോ ഒരു സാധനം ഒരു ബൾക്കായിട്ടൊക്കെ മേടിച്ചൂടെ? നമ്മള് സാധാരണക്കാരാ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചോണ്ട് വെക്കാനുള്ളേ സാമ്പത്തിക ശേഷി നമുക്കില്ലടാ. നമ്മള് സാധാരണക്കാരോ? നമ്മൾ അത്ര സാധാരണക്കാരൊന്നും ഇല്ല. കാരണം നമ്മുടെ ഗ്രഹനാഥ ആരാ? ചോനത്തിലെ ഭവാനി. ഞാനേ അന്നും ഇന്നും സാധാരണക്കാരിയായിട്ടാ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനും അങ്ങനെ അങ്ങ് ജീവിച്ചാ മതി. ലച്ചുവേ, ഇതെന്തോ ഞാനീ കാണുന്നേ? അല്ലേ ചൂലും ഒക്കെ ആയിട്ട് കൂട് കണ്ടോ? എന്തിന്റെ കൂടാണോ? എന്തെങ്കിലും പ്രാണിയുടെ ആയിരിക്കും അല്ലേ? വേട്ടാവളിയന്റെ കൂടുമല്ലായിരിക്കും. അല്ലെങ്കിൽ ഒരു വേട്ടാവളിയനെ വേറൊരു വേട്ടാവളിയനെ കൂട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വല്ലതും വിളിച്ചാ പറയട്ടാ പറഞ്ഞു മിണ്ടായിരടാ. ഒന്നുമില്ല. പക്ഷേ സൂക്ഷിച്ചു കുത്ത്. എന്നാ അതിനകത്ത് എന്തെങ്കിലും പ്രാണികൾ കാണും, വന്ന് കണ്ണിലെങ്ങാനും കേറും. പക്ഷേ സൂക്ഷിച്ചു കുത്തണേ. കടലിന്റെ കൂടുതലാണെങ്കിൽ ഇറങ്ങി ഓടിക്കോളും കേട്ടോ. ഞാൻ ഓടും. സൂക്ഷിച്ചു. ഒറ്റ കുത്തു അങ്ങോട്ട്. തേങ്ങ കണ്ണി വീണാ? എന്നെ നേരത്തെ വെട്ടാളെന്ന് വിളിച്ചല്ലേ? എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞു. നോക്കട്ടെ എന്തോടെ ചേച്ചി എന്താ? ഓക്കെ, കണ്ണ് തിരുമല്ലേ? വെള്ളം എടുത്തു തുറക്കാൻ പറ്റില്ലേ? ഊതണോ? ഒന്ന് തുറക്കാൻ നോക്കി പതുക്കെ. ഇല്ല. ക്ലാസ്സിലെടുത്താ പോരെ? കണ്ണുറക്കാൻ പറ്റില്ല, നീറണമെന്ന് ഭയങ്കരമായിട്ട്. എരിച്ചിലുണ്ടോ? കണ്ണിന് പൊടി പോയാലുണ്ടോ? ഞാൻ വിളിച്ച് പറയും കേട്ടോ. ഐ ക്ലിനിക്കിൽ ആടി കണ്ണെടുത്ത് വാഷിംഗ് മെഷീനിട്ട് കഴുകി തരും. നീ വേണ്ട അമ്മൂമ്മ, കുഴപ്പമില്ല. ഏത് നേരത്താണാവോ? എന്റെ പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ചായ കുടിക്ക്. അമ്മൂമ്മ, ചേച്ചി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കേശവനെ വിളിക്കുമ്പോഴൊക്കെ കേശവൻ പറയുന്നത് ഫോൺ വെക്കുന്ന.
അതെ അത് വേറെ കുഴപ്പമൊന്നും കാണത്തില്ല, അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുമായിരിക്കും, അതുകൊണ്ടാ അങ്ങനെ പറയുന്നേ. കനകം, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അവക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. அது இல்லம்மா, நான் குத்தி விடுறேன்னு நினைச்ச வேட்டாவளியனோட கூடு அவ எதுக்கம்மா குத்தி விட்டா? நான் தானே அந்த வேலையை செய்யணும். ഓ അത് ശരി. അപ്പൊ എന്റെ കൊച്ചിന്റെ കണ്ണു പോയതിലല്ല നിനക്ക് കുഴപ്പം, വേട്ടാവളിന്റെ കൂട് കുത്താൻ പറ്റാത്തതില്ല, അല്ലയോ? இல்லம்மா, இந்த மாதிரி அபகடகரமான வேலையெல்லாம் எனக்கு தான் செய்யணும் அம்மா. அவ சின்ன பொண்ணு தானே. വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ലല്ലോ. കാണൂലല്ലേ? ചേച്ചി സ്ഥലമെത്തി, ഇറങ്ങ്. ഓക്കെ അല്ലേ? ഞാൻ പൈസ കൊടുത്തിട്ട് ഇതാ പറഞ്ഞു ചേട്ടോ. അമ്മ അല്ലേ? ശരി ശരി ഏട്ടാ. അങ്ങോട്ട് 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 നേരെ പോയി ആ ചള്ളക്കുഴി കിടക്കത്തേ ഉള്ളൂ. സൂക്ഷിച്ച് 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 പടി 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 പടി. ആ ഓക്കെ ഓക്കെ. ഇതെന്തോന്നാടാ ഇത്? നില്ല നില്ല നില്ല, സമാധാനപ്പെട് സമാധാനപ്പെട്. അങ്ങനെ റിവേഴ്സ് റിവേഴ്സ്. ഓക്കെ സെറ്റാണ്. ഇനി എന്തോന്ന് വെച്ചാ കാര്യം ഒന്ന് പറയൂ. ആ പറയാം. ചേട്ടാ, രണ്ടു കണ്ണും കുത്തിയിളകി കളഞ്ഞ, പിന്നെന്തിനിങ്ങനെ വിട്ടു വെച്ചേക്കുന്നത്? അമ്മൂമ്മ ശരിക്കും പറഞ്ഞ സംഭവം എന്തെന്ന് വെച്ചാല്, നമ്മുടെ ലച്ചേച്ചി ഇവിടെ കുത്തി ഇളക്കിയപ്പോ വേട്ടാവളിന്റെ കൂട് പൊടിഞ്ഞ് കണ്ണി വീണല്ലോ. വീണപ്പോ ഇങ്ങനെ കുറെ ആയിട്ട് തിരുമിയതാണ് പറ്റിയത്. അതായത് വലത്തെ കണ്ണിന് വലിയ പ്രശ്നമില്ല, ഇടത്തെ കണ്ണിന് കൂടുതലിട്ട് തിരുമിയുണ്ട്, ഇടത്തെ കണ്ണിന് പ്രശ്നമുണ്ട്. നമ്മൾ ഇടത്തെ എനിക്ക് വയ്യത് നോക്കണ്ടേ അമ്മൂമ്മ? എന്തോ നോക്കിക്കൊണ്ട് നിക്കുവാ? അല്ല, എനിക്ക് റൂമിൽ പോവാൻ വേണ്ടിട്ടായിരുന്നു. ഇങ്ങനെയോ? അല്ലേ? ഒന്ന് എങ്ങോട്ടാ പോവാൻ പോയതെന്ന് കാണിച്ചേ. വാ വാ വാ, അവിടെ ഇരി, ഞാൻ കൊണ്ടുപോവില്ലേ? അയ്യോ പടി 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 പടി. മനുഷ്യനെ സോറി, ഞാൻ കണ്ടില്ല. അങ്ങോട്ട് അങ്ങനെ ഇരുന്നല്ലേ? സേഫ് ആണേ? ഓ, രണ്ട് കണ്ണും പോച്ചാടാ. ഒരു കണ്ണിനും ഒരു കുഴപ്പവും ഇല്ല എന്നല്ല. അതായത് നമ്മുടെ അമ്മൂമ്മ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ പുറത്തൊരു ലെൻസ് ഉണ്ട്, അതായത് ഒരു പാട, അതായത് കോർണിയ എന്നും പറയും. അപ്പൊ ആ കണ്ണിന്റെ ആ ലെൻസിന് ഇങ്ങോട്ട് തിരുമിയപ്പോ സ്ക്രാച്ചായി. ആ സ്ക്രാച്ച് ആയതാണ് ഇപ്പൊ ഇവിടുത്തെ ഇഷ്യൂ. അപ്പൊ ഇപ്പൊ ഈ കെട്ടിവെച്ചേക്കണ എന്തെന്ന് വെച്ചാല് ലൂബ്രിക്കൻ്റ് ഒഴിച്ചു, അഥവാ മരുന്നൊഴിച്ചു. മരുന്നൊഴിച്ചുകൊണ്ട് ഓവറായിട്ട് സൺലൈറ്റോ അല്ലെങ്കിൽ വെട്ടോ അടിച്ചു കഴിഞ്ഞാൽ പച്ചനിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കെട്ടിവെച്ചേക്കണത്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ ആവുമ്പോഴത്തേനോ ഇത് ഊരാം, വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ണ് പോയിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ കണ്ണിലൊഴിക്കാൻ വേറെ മരുന്ന് തന്നിട്ടുണ്ട്, തുറന്ന് കഴിയുമ്പോൾ ഒഴിക്കണം. ഇപ്പൊ തന്നെ തുറന്ന് ഒഴിച്ചു കൊടുക്കില്ല പ്ലീസ്. ഓക്കെ ഓക്കെ ആണേ? ഡീലാണ്? വേറെ ഒരു പരിപാടി ഇല്ല, ബാക്കി ഒരു പ്രശ്നമില്ല. പിന്നെ ഇനിയും കണ്ണിന് വേദന വന്നു കഴിഞ്ഞാൽ നേരെ പേടിപ്പിക്കണതോ? ഇതിപ്പോ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. പുറത്തോട്ടാ പോയെ? എന്റെ റൂമിലൊന്നും കൊണ്ടോടാ. അമ്മൂമ്മ നോക്കണം, നോക്കിക്കോളാം. എവിടെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിയ ഇനി കൊണ്ടുകൊണ്ടവരും. എടീ ഇത് സംഭവം അത്ര വലിയ സീരിയസ് കേസൊന്നുമല്ല. ആ കെട്ടിന്ന് പോയിട്ടായിരിക്കും കന്നിന് വീട്ടിൽ കെട്ടിക്കണ കെട്ട്. ഇല്ലെങ്കിൽ നാളെ രാവിലെ അത്ര തന്നെ. ഓ അടിശിവാ. പിന്നെ നീ സിദ്ധോളിനെ വിളിച്ചതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. അല്ല വേറൊന്നുമല്ല, അളിയനും അളിയൻ്റെ അളിയനും അളിയൻ അവര് മംഗലാപുരത്ത് പോയേക്കണ്. ഒരു ബിസിനസിന്റെ കാര്യം എന്തോ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അളിയെല്ലാം അവിടെ പടയെടുത്തേക്ക് വരും.
ശരി നിന്റെ അവരുടെ കിടക്കട്ടെ. ഓ പാവം ചേച്ചിയല്ലേ ചേട്ടാ? രാവിലെ മുതൽ ഒരു കുഴപ്പമില്ലാതെ നടന്ന ചേച്ചിയെ ഇപ്പൊ 2 കണ്ണും വയ്യാതെ. അത് രാവിലെ അല്ലേ? ഉം. എന്തോന്നിത്? എന്താ ചേടാ ഇത് എന്തിനാ ചേച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വന്നേ? അവിടെ ഇരുന്നാ പോരായിരുന്നു, അല്ലെങ്കിൽ എന്നെ വിളിച്ചാ പോരായിരുന്നു, ഞാൻ വരൂല്ലേ? അല്ല ഞാനൊന്ന് ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. എങ്ങാനും കണ്ണിന്റെ കെട്ടഴിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാത്ത ട്രാവൽ ചെയ്യാലോ. ഞാനൊന്നും പറയണില്ല ഞാൻ. എന്ത്? അല്ല ഇവിടെ ഒരു കസേര. ആ ഇത് കസേര. ഓ ഇത് മേശ. ഓ ഇത് സോഫ ഉണ്ടായിരുന്നല്ലോ. സോഫയല്ല ഇത് സോഫ. കൊള്ളാം. ഇത് കഷ്ടമല്ലേ? ഇത് കളിക്കണ. ഈ വാതിലിനൊക്കെ ഇത്രയും വീതി ഉണ്ടായിരുന്ന? സമ്മതിക്കണോട്ടെ ഈ കണ്ണൊക്കെ കാണാത്ത ആൾക്കാരൊക്കെ. എന്നാലും എന്തൊരു കഷ്ടം ആലോചിക്കണേ. പാറോടെ നിൽക്കുന്നുണ്ടായിരുന്ന? ഞാൻ അവിടെ നിപ്പുണ്ടായിരുന്നു. ചേച്ചി എന്തിനാ എന്നെ കുത്തിയേ? അത് ഞാൻ കാണുന്നില്ലല്ലോ. വാ തുറന്നെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും മിണ്ടിക്കൂടെ? ചേച്ചി കൊണ്ട് വന്നപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ചേച്ചി അതൊന്നും കേട്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ സംസാരിച്ചായിട്ട് പോയിന്ന്. സോറി ഏട്ടാ. വേറെ ആരെങ്കിലും ഉണ്ടോ? അത് തറ അല്ല കാണാത്തോണ്ടല്ലേ. ഇവിടെ ഇപ്പൊ അത്യാവശ്യം ഏകദേശം കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം, ഇവിടുത്തെ സാധനങ്ങളൊന്നും മാറ്റരുത് കേട്ടോ, എന്റെ കണക്കൂട്ടുകൾ മൊത്തം തെറ്റും. എന്നെ കുത്തുന്നേ? ചേട്ടാ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വാതൊന്ന് പറഞ്ഞോടെ. ഈ പമ്മി പമ്മി മഞ്ഞ എന്തിനാ? കറി കാഞ്ഞോണ്ടാ? പറയാത്ത എന്താ? நான் இங்க இருக்கேன். ഓ ഞാനേ റൂമിൽ തന്നെ ഇരിക്കണതായിരിക്കും നല്ലത്. ഞാൻ കൊണ്ടുപോവാ, പിടിച്ചോണ്ട് പോവാ. റൂമിലെ കുറച്ച് അളവും കൂടെ എടുക്കാനുണ്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ചേച്ചി ആ ചേച്ചി പിന്നെ നമുക്ക് ഹോസ്പിറ്റലില് ഇന്ന് വൈകിട്ട് പോണോ അതോ നാളെ രാവിലെ പോണോ? ഇനിയിപ്പോ 2 ദിവസം ഈ സാധനം ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചേച്ചി കണ്ണിട്ട് ചൊറിയില്ലല്ലോ. നീ വന്നപ്പോ പുറകെ പാറും കയറി വന്നാടാ. വന്നല്ല. ചേച്ചിക്ക് അങ്ങനെ മനസ്സിലായി? വെറുതെ അല്ല, വല്ലാത്തൊരു നാറ്റം. ചേച്ചി വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോ സ്പെല്ല് വെച്ചിട്ടാണ് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നത്. പാറു നീ കുളിക്കാതിരിക്കുമ്പോഴേ സ്പ്രേ ഒന്നും അടിച്ചിട്ട് വരരുത് കേട്ടാ. ചേച്ചിക്ക് നിന്നെ മനസ്സിലാവൂല. പിന്നെ മനഃപൂർവ്വം കളിയാക്കുവാണല്ലേ? അവള് പോയാടാ? ആ നാറ്റം അങ്ങ് പോയി. എനിക്ക് മനസ്സിലായി, നിങ്ങൾ മനഃപൂർവ്വം തന്നെ കളിയാക്കുന്നത്. ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. അയ്യോ എനിക്ക് നാറ്റം സഹിക്കാൻ വയ്യ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എവിടെ പോണ്? നടക്കാൻ. നടത്തം വീട്ടിനകത്ത്, പുറത്തിറങ്ങി പോയില്ലേ? ഓക്കെ. നീ എവിടെയായിരുന്നു നിന്നിരുന്നേ? മാറിക്ക്, വഴിയിലാണോ നിക്കണത്? എന്തിനു പറു നീ കുത്തുകൊള്ളാൻ വേണ്ടി ജനിച്ച ജന്മമാണോ നീ? ചേട്ടാ എന്റെ പാഴൂരപ്പ, എന്റെ കുഞ്ഞിന്റെ കണ്ണ് പെട്ടെന്നൊന്ന് ശരിയായാ മതിയായിരുന്നു. അങ്ങനെ ശരിയാവുമ്പം ഞാൻ അവിടെ വന്നൊരു പൊങ്കാല ഇട്ടേക്കാം. ചേച്ചിയെ കൊണ്ടുവിടെ ഒരു 3 എണ്ണം. അഴിച്ചൊന്ന് നോക്കിയാലോ.
കുറച്ച് തമാശയുണ്ട്. കേശുവേ, കേശു, കേശുവേ. എന്താ ചേച്ചി? എന്തോന്ന്? ആ പാറുവാ. ഉം. നീ എന്താ കേശുവായിട്ട് വിളിച്ചപ്പോ നീ വന്നേ? അല്ല, ഞാനവിടെ ഇരിക്കുവായിരുന്നു. മക്കളവിടെ എന്തെടുക്കുവായിരുന്നു? അത് ചേച്ചി, ഞാൻ പഠിക്കുവായിരുന്നു ചേച്ചി. മക്കള് പഠിക്കുവായിരുന്നല്ലേ? ഉം. എന്താ മക്കള് പഠിച്ചോണ്ടിരുന്നേ? അതോ, ഞാൻ മാത്സ് ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത്. ഞാൻ എഴുതിയേക്കുന്ന കണ്ടില്ലേ? ദേ കണ്ടില്ലേ? ആ ചേച്ചിക്ക് അതിന് കാണാൻ പറ്റില്ലല്ലോ, കണ്ണ് കെട്ടി വെച്ചേക്കുവല്ലേ. അത് തന്നെ, ചേച്ചിയെ കാണാൻ പറ്റത്തില്ലല്ലോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തോന്ന്? അല്ല, മക്കള് പഠിക്കാൻ കാണിച്ച മനസ്സേ. അതോ, ഇനി മക്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി മാത്സ് പഠിക്കാൻ പോകുന്നു. ഓ, മാത്സ് പഠിക്കാൻ പോകണോ? എന്നാ കസേരം ഇരുന്ന് പഠിച്ചോ. ഓക്കെ. ചേച്ചി, ഞാൻ എഴുതുവാണേ. ഓ ഓ, എഴുത് എഴുത്. 2 + 2 4. കറക്റ്റ് ചേച്ചി? ആ കറക്റ്റാ. കേശുവേ, കേശോ. എന്താ ചേച്ചി? എന്താണ് പ്രശ്നം? കുറെ നേരം നടന്ന് വിളിക്കണേ. സ്വസ്ഥോട്ടിരുന്ന് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലേ? അല്ല, നീ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അനക്കൊന്നും കണ്ടില്ല. ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് വിളിച്ചേ? കേശുവേ, ഓ, പാറു പഠിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. എന്തിനു പഠിക്കണേ? ഒച്ചനക്കൊന്നും ഇല്ലാത്ത ആരും ഒന്നും മിണ്ടാത്ത എന്താ? പാറുവേ പഠിച്ചോണ്ടിരിക്കുക. എന്തുവാട്ടോ അവള് പഠിക്കുന്നേ? കണക്കാ. ഓ, കണക്കാ? ആ കണക്കാ. രണ്ടും കണക്കാ? അല്ല, 2+2 4 പറയായിരുന്നു അവളടുത്ത്. പിന്നെ കേശുവേ, ഓ, എവിടെ? ഇവിടെ ഇവിടെ ഇവിടെ. ആ, ഇന്നോട്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പാറുവായിരുന്നു. എന്റെ ഡ്രസ്സ് തേച്ച് വെക്കുന്നത്, എനിക്ക് ഫുഡ് എടുത്തു തരുന്നത്, എന്നെ പുറത്ത് നടത്താൻ കൊണ്ടുപോകുന്നത് ഒക്കെ പാറു. ചുരുക്കം പറഞ്ഞ ഈ പട്ടിയുടെ കെയർ ടേക്കർ. എന്താ? അല്ല, കുട്ടികളെയൊക്കെ നോക്കത്തില്ലേ, കെയർ ടേക്കർ, ഡേ കെയർ. ചേച്ചി, ഞാൻ പഠിക്കുന്നതിന്റെ തിരക്കിലാണെങ്കിൽ കേശാണല്ല നോക്കേ. ചേച്ചി, ഞാൻ വടി ചുമ്മാ ജസ്റ്റ് അങ്ങോട്ട് താഴെ. சொல்லுடா லெச்சோ ആ கட்டங்காப்பி சூடா இருக்கு பாத்து താങ്ക് യു ആന്റി. പാറു, ആ റൂമിൽ തന്നെ ഫോണൊന്നും എടുത്തു തരുമോ? ഓക്കെ. ചേച്ചി, ആ എന്നാ പിന്നെ എങ്ങനെയാ നമുക്ക് ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ കഴിച്ചാലോ? ഓ വേണ്ടടാ, ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ. അന്ന് ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ, മാക്സിമം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കണം എന്ന്. പിന്നെ ഒരു കണക്കിന് ഇതാ നല്ലത്, ചില കാഴ്ചകളൊക്കെ കാണാലോ. അല്ല, ഈ ഉൾക്കാഴ്ചയെ. ഉൾക്കാഴ്ച. പക്ഷെ എന്നാലും ഇതിപ്പം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവും ചേച്ചി? എന്താടാ, എനിക്കൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും നിനക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണോ നോക്കാൻ? അങ്ങനൊന്നുമില്ല. എന്താ മൊത്തത്തിലൊരു നിശബ്ദത? അല്ല മക്കളെ, മക്കൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ ഒരു വിഷമം, അതുകൊണ്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. லெச்சோ எனக்கு கிச்சன்ல நிறைய வேலை இருக்கு, நான் போய் செய்துட்டு வரேன். ആന്റി ഇവിടെ ഇരിക്കാட்டி നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാം. இல்லப்பா, நிறைய வேலை இருக்கு, இப்ப போனா தான் எல்லாமே முடியும். அம்மா இருப்பாங்க உனக்கு. അതെങ്ങനെയാ ഞാനിരുന്നാ ശരിയാവുന്നേ? നിന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് കേശു ഇരിക്കും. ഏത് കേശു? ഞാൻ ഒന്നും ഇരിക്കൂല. ഐ മീൻ, ഞാൻ ഇരിക്കൂലെന്നല്ല, എനിക്കല്ലേ ചേച്ചി
ഞാൻ തന്നെ എനിക്ക് അത്യാവശ്യത്തിന് ഒരു കാര്യത്തിൽ പുറത്തു വരെ പോണം. പാറിരിക്കും. നീ ഇവിടെ നില്ല്, ഞങ്ങൾ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എന്താണ് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോടാ. ഇരിക്കാൻ ചേറില്ല. അവിടെ ഉണ്ടായിരുന്നല്ലോ മേശയുടെ പുറത്ത്. ചേറ് പാറു കൊണ്ടുപോയി പോയപ്പോ. പാറ് കൊണ്ടുപോയല്ലേ? പാറു കൊണ്ടുപോയി. അവര് ഇരുന്നിരുന്ന് ഇറങ്ങിയാ പോയെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? പാറുതാ ഇപ്പൊ. പാറു. ഓ ആയിക്കോട്ടെ. അതോ ചേച്ചി വിളിക്കണ്. എല്ലാം കള്ളന്മാരാ. ഒറ്റടുത്തൊരു സ്നേഹമില്ല. എന്താ ചേച്ചി? ഫോൺ കിട്ടിയില്ലേ? ഇല്ല ചേച്ചി, തപ്പുവാ. ആ കട്ടിലേൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. കട്ടിലില്ല ചേച്ചി. കട്ടിലേൽ ഇല്ല. ഇല്ല. എന്നാ ഒരുപാട് അവിടെ നിന്ന് തപ്പണ്ട. ഇങ്ങ് പോരെ. കിട്ടി ചേച്ചി. ചേച്ചി തപ്പാനൊക്കെ കുറച്ച് സമയം തരണ്ടേ ചേച്ചി? കിട്ടി. എന്നിട്ട് കിട്ടി. നീ റീൽസ് കാണുമായിരുന്ന? അല്ല. അപ്പൊ ഗെയിം കളിച്ച് കാണുമല്ലേ? അല്ല ചേച്ചി. അല്ല, നിനക്ക് എന്റെ ഫോണിന്റെ പാസ്വേഡ് അറിയാലോ, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ഞാൻ അങ്ങനെ കാണുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഹേ ചേച്ചിക്ക് ഒട്ടും തോന്നണില്ല. എന്നാ ഫോണിങ് താ. എന്നാ ചേച്ചി. നീ എവിടെയാ നിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്നാ ചേച്ചി. താങ്ക് യു. കൊള്ളാം. ഇവിടെ കുങ്ങനെ കുത്തിട്ട് പോയതുകൊണ്ടില്ലേ. ശരിയാക്കി കൊടുക്കാം. ഇത് മനഃപൂർവ്വമാണ് അമ്മൂമ്മ. ഇത് മനഃപൂർവ്വമാണ്. എനിക്കിത് സഹിക്കാൻ പറ്റൂല. എന്താടാ? ആ ലച്ചുണ്ടല്ലോ, കാണിക്കണ കണ്ടുകഴിഞ്ഞാൽ സഹിക്കൂല. ഞാൻ നേരത്തെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുവായിരുന്നു. എന്നെ ടക്കനെ വിളിച്ച് കേശോ ഓടിവാടാ. ഞാൻ വിചാരിച്ച് ദൈവമേ കണ്ണ് കാണാതെ എവിടെയെങ്കിലും പോയി മറിഞ്ഞടിച്ച് വീണെന്ന്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പറയാണ്, എടാ പറമ്പിൽ ഒരു മൈനയുടെ സൗണ്ട് കേൾക്കണ്. അത് ഒറ്റ മൈനയാണോ അതോ 2 മൈനയാണോ നോക്കി പറയാൻ. അത് പോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടിരിക്കുകയായിരുന്നു. എടാ കേശോ ഓടിവാ, കാലിന് വേദന എടുക്കണ്, കാല് ഞെക്കിത്തരേ. ഇന്ന് രാവിലെ വരെ ആ കാലിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. എടാ, ഞാൻ അവിടെ ഇരുന്നപ്പോ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ തലയൊന്ന് ചൊറിഞ്ഞു കൊടുക്കാൻ. ഞാൻ തല ചൊറിഞ്ഞു കൊടുത്തു. 1/2 മണിക്കൂർ എന്നെ കൊണ്ട് തല ചൊറിയിപ്പിച്ചത്. 1/2 മണിക്കൂർ. கேசு என்னையும் அப்படிதான்டா. தேவையில்லாத விஷயத்துக்கெல்லாம் கூப்பிட்டான். உனக்கு தெரியுமா, கொஞ்சம் முன்னாடி அந்த அலமாரி இருக்குல்ல, அதுக்குள்ள இருக்கிற துணி முழுசா எடுத்து வெளியில போட சொன்னான். நான் முழுசா போட்டேன். அப்ப சொன்னா இதெல்லாம் மடிச்சு வைக்கணும்னு. கரெக்டா நான் மடிச்சு அடுக்கி வச்சேன்டா. காலை வச்சு ஒரு தட்டு எங்கிட்ட சொன்னா கண் பார்வை இல்லைல்ல, தெரியாதனமா நடந்ததுன்னு. அத மறுபடியும் முழுசா நான் மடிச்சு வச்சேன்டா. அதுக்கப்புறம் தான் நான் வெளியில வந்தேன். അവിടെ പാറുവിനെ കൊണ്ട് പുറം തളയിപ്പിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു? എടാ, ഇതിനു മാത്രം നമ്മളോട് വൈരാഗ്യം കാണിക്കാൻ നമ്മൾ എന്തോ ചെയ്തടാ? എനിക്ക് അറിഞ്ഞൂടാ അമ്മൂമ്മ. സത്യം പറയില്ല. ഇന്നലെ ഡോക്ടർ എന്നോട് പറഞ്ഞെന്തെന്ന് വെച്ചാൽ മോനെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വൈകിട്ട് തന്നെ വേണമെങ്കിൽ ആ കണ്ണിലെ മറ്റേ കെട്ടുണ്ടല്ലോ ഊരാന്നാണ്, വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഒരുമാതിരി ചേച്ചി കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചേച്ചിയുടെ കണ്ണടിച്ചു പോയാലാണ്. എന്ത് ചേച്ചി എന്താണ് ഈ പ്രശ്നം? ആരെനിക്ക് ക്യൂടെക്സ് ഒന്ന് ഇട്ടായിരുന്നേ? ഓൾറെഡി ആ കയ്യിലൊരു ക്യൂടെക്സ് കിടപ്പില്ലേ? അത് ചുരണ്ടി കളഞ്ഞിട്ട് ഇതിട്ടുക. ഇത് ചുരണ്ടി കളഞ്ഞിട്ട് വേറെ ഇട്ട് തരാനോ? അതിന് എത്ര സമയം എടുക്കും കൊച്ചേ? അല്ല, നീ ഇതിപ്പോ ഇട്ടോണ്ട് എങ്ങോട്ട് പോകുന്നു? എവിടെ പോകുന്നില്ല, വീട്ടിൽ ഇരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പിന്നെ വിടാം. என்ன லட்சு இது? எங்களுக்கு எல்லாருக்கும் அவங்க வேலை இருக்குப்பா. வேலையெல்லாம் முடிஞ்சதுக்கு அப்புறம் நான் உனக்கு போட்டு விடுறேன். നിങ്ങൾക്ക് കണ്ണു കാണാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേല ഇരിക്കും. എനിക്ക് കണ്ണു കാണാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. സമയം കളയേണ്ട ഇത് ഇട്ടുക. അല്ലേ ചേച്ചി, ഇതിപ്പോ ലാഭമായല്ലേ? ചേച്ചി കണ്ണ് കാണാത്തോണ്ട് ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി കാണത്തില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് കാണാലോ. ഒന്ന് ഇട്ടതാ, ഇല്ലെങ്കിൽ സ്വഭാവം മാറും കേട്ടാ. തരാൻ പറ്റൂല. എന്തുവാണ് ഇട്ടാടാ?
എന്തേ അമ്മൂമ്മേ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നാ തല്ലിട്ട് പോ. എന്തേ ആരും ഒന്നും മിണ്ടുന്നില്ലേ? എനിക്കേ ഉൾക്കാഴ്ചയുണ്ട്, ജ്ഞാനക്കണ്ണ്. ഞാൻ ഈ കെട്ടഴിച്ചിട്ടേ കുറച്ചു നേരമായി. നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് കാണിച്ച കോപ്രായങ്ങൾ മൊത്തം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടായിരുന്നു. ഈ മൊത്തം എന്ന് പറയുമ്പം മൊത്തം എന്റെ കണ്ണിൽ ഇച്ചിരി പൊടി പോയപ്പോ ഇങ്ങനെ. അപ്പൊ ശരിക്കും എന്റെ കണ്ണിന് വയ്യാതെയാവുമായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ അല്ലേ? മക്കളെ അതൊന്നും അല്ല. കേശു ആശുപത്രി പോയിട്ട് വന്നപ്പോഴേ പറഞ്ഞു കണ്ണിന് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്. പിന്നെ നീ ആണെങ്കിൽ നാഴിക്ക് 40 വട്ടം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമല്ലയോ, ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ. അതുകൊണ്ടാ. അമ്മൂമ്മ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലച്ചേച്ചൊരു കണ്ണ് നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. സത്യം പറഞ്ഞാലേ നിങ്ങളെയൊക്കെ കാണാതെ ജീവിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ.